നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കി കേന്ദ്രത്തിന്റെ കളി വീണ്ടും അരങ്ങേറുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ MP കെ രാധാകൃഷ്ണന് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ് രാധാകൃഷ്ണൻ. ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മൊഴി നൽകാൻ എത്തിയില്ലെങ്കിൽ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സത്യസന്ധമായി എല്ലാം പറയുന്ന രാധാകൃഷ്ണനെ EDക്ക് മുന്നിലേക്ക് വിട്ടാൽ പ്രതിസന്ധിയാകുമെന്ന് കരുതുന്ന CPM നേതാക്കളുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തടയിടുകയാണ് ഇപ്പോൾ CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ ഇതുപോലെ ഒന്ന് മുൾമുനയിലാക്കിയിരുന്നു കേന്ദ്രം. അന്നും EDയെ ഇറക്കി കരുവന്നൂരിൽ പല കളികൾ പുറത്തിറക്കിയതാണ്. അന്ന് മുൻമന്ത്രിയും MLA-യുമായ AC മൊയ്തീന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് CPM കേന്ദ്രങ്ങളെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രാദേശിക നേതാവായ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തു. നേതാക്കൾക്ക് നിരന്തരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകുന്നതും മറ്റും സ്ഥിരം സംഭവമായിരുന്നു അന്ന്. ഒരു വേള നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭീതി പോലും ഉണ്ടായതോടെ CPM നേതാക്കൾ കടുത്ത പ്രതിരോധം സൃഷ്ടിക്കാൻ രംഗത്തിറങ്ങിയതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതേ ഭീതി തന്നെയാണ് വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. അതായത് AC മൊയ്തീനെ തൂക്കി അകത്തിടാൻ ED കട്ടായം രംഗത്തിറങ്ങുമ്പോൾ അത് CPM-നെ വലയ്ക്കുന്ന നീക്കമാണ്. മൊയ്തീനെ ഇനി ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറല്ല. മൊയ്തീന്റെ നാവിൻ തുമ്പിൽ പല നേതാക്കന്മാരുടെയും പേരുകളുണ്ട്. മാത്രമല്ല, മൊയ്തീനെ കേസിൽ പ്രതി ചേർക്കുന്നതും അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഉണ്ടായാൽ CPM-ന്റെ അടിപതറും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൈകളിൽ വിലങ്ങ് വീണാൽ അത് പാർട്ടിയെ ബാധിക്കും. വിഷയം ഒതുക്കാൻ നെട്ടോട്ടം ഓടുകയാണ് പാർട്ടി നേതൃത്വം. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് നേതാക്കന്മാരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നതാണ്. ആരെയും സംരക്ഷിച്ച് സംസാരിക്കാൻ രാധാകൃഷ്ണൻ തയ്യാറാകില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനും രാധാകൃഷ്ണന് കഴിയില്ല. ഉള്ളത് വെട്ടി തുറന്ന് പറഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ കാല് വാരുമോ രാധാകൃഷ്ണൻ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ED ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ അമ്മ മരിച്ചതിന്റെ ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് സാവകാശം വേണം എന്ന കളി ഇറക്കിപ്പിച്ചത് പാർട്ടി തന്നെയാണ്. കരുവന്നൂർ തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയെല്ലാം ED ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കെ രാധാകൃഷ്ണനെ മാത്രമായിരുന്നു ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. ഭൂസ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം ഹാജരാക്കാനായിരുന്നു രാധാകൃഷ്ണന് EDയുടെ നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്ന സമയത്ത് CPM ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. എത്തിയില്ലെങ്കിൽ അറസ്റ്റ് എന്ന കടുത്ത നടപടിയിലേക്ക് ED എത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് EDയും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത്. സാമ്പത്തിക കുറ്റകൃത്യമാണ് ED അന്വേഷിക്കുന്നത്. കരുവന്നൂരിൽ പലവിധ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് വിലയിരുത്തൽ. മൊയ്തീന് പുറമെ CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും ED പ്രതി ചേർക്കുമെന്ന സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല. കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ MV സുരേഷാണ് EDയുടെയും CBIയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 300 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് വിവരങ്ങൾ. ഇതുമാത്രമല്ല, കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ED അന്വേഷണം ആരംഭിച്ചുവെങ്കിലും CBI അന്വേഷണ ആവശ്യത്തിൽ തീരുമാനം നീണ്ടുപോയിരുന്നു. പലവട്ടം കേസ് മാറ്റിവെച്ചുവെങ്കിലും വൈകാതെ അന്തിമ തീരുമാനം വരും എന്നതാണ് വിവരങ്ങൾ. ഈ കേസിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടും നിർണായകമാണ്. കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ 53 പേരെ പ്രതി ചേർത്ത് ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ. ബാങ്ക് ജീവനക്കാരും CPM പ്രാദേശിക നേതാക്കളും അടക്കം പ്രതിപട്ടികയിലുണ്ടെങ്കിലും AC മൊയ്തീനെയോ MM വർഗീസിനെയോ പ്രതി ചേർത്തിരുന്നില്ല. മൊയ്തീനെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ED അന്വേഷണം പുരോഗമിച്ചുവെങ്കിലും കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല. തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൗണ്ടുകളുടെ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചിരുന്നു എന്നതാണ് വർഗീസിനെ ആരോപണ വിധേയനാക്കിയത്. അന്വേഷണം മുറുകിയ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു.
ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറി വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിനാണ് പകരം ചുമതല. രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാനിരിക്കെയാണ് നീക്കം. കേസ് CBIക്ക് വിടാനുള്ള താൽപര്യവും ഈ കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. കരുവന്നൂർ കേസിൽ ഈ മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഡൽഹി ഹെഡ് ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് CPM നേതാവും MP-യുമായ K രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത്. കൊച്ചി ED ഓഫീസിൽ 4 അന്വേഷണ യൂണിറ്റാണ് ഉള്ളത്. ഇതിൽ യൂണിറ്റ് 2-ൽ നിന്ന് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കേസുകളുള്ള യൂണിറ്റ് 1-ലേക്കാണ് രാധാകൃഷ്ണനെ മാറ്റിയത്. കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് തട്ടിപ്പ് കേസ്, പാലിയാക്കര ടോൾ കമ്പനിയുടെ പേരിലുള്ള കേസ്, സപ്ലൈകോ ഉദ്യോഗസ്ഥൻ കോടികൾ തട്ടിച്ച കേസ്, പാതിവില തട്ടിപ്പിലെ അന്വേഷണം എന്നിവയെല്ലാം യൂണിറ്റ് 2 അന്വേഷിക്കുന്നത്. ഇതിൽ ഹൈറിച്ചിലും പാലിയേക്കര കേസിലും ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട്. സപ്ലൈകോ കേസിൽ 8 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. പാതിവില തട്ടിപ്പിന്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നതിന്റെ നടപടിക്രമം 95% പൂർത്തിയായി എന്നാണ് സൂചന. എന്നാൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നതോടെ കേസ് സംബന്ധിച്ച് പഠിക്കാൻ തന്നെ സമയമെടുക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സഹകരണ ക്രമക്കേടുകളിലൊന്നാണ്. CPIM ഭരണത്തിന് കീഴിലായിരുന്നു സഹകരണ ബാങ്കിൽ നടന്ന 300 കോടി രൂപയുടെ തട്ടിപ്പ് രാഷ്ട്രീയ പ്രതിയോഗികളുടെ പ്രധാന ആയുധമായി മാറി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ആകമാനം തകർക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്നും ED BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി തരം താണു എന്നൊക്കെയായിരുന്നു CPMന്റെ ആരോപണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ EDയുടെ നടപടികളിലും ദുരൂഹതയുയർന്നു. അന്വേഷണം ഒച്ചിന്റെ വേഗത്തിലായി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ ഈ പ്രഖ്യാപനം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം 11 മാസങ്ങൾ കടന്നുപോയിട്ടും കരുവന്നൂർ കേസിൽ നീതി അകലെയാണ്. കരുവന്നൂർ വിഷയം തിരിച്ചടിയായെന്ന് ബോധ്യപ്പെട്ട CPM നിക്ഷേപ സമാഹരണം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനും പ്രതി ചേർക്കാനും ED നീക്കം തുടങ്ങിയത്. ഇതോടെ കരുവന്നൂരിൽ CPM വീണ്ടും പ്രതിരോധത്തിലാകുകയാണ്. ബാങ്കിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുനിന്നുവെന്നും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വെളുപ്പിച്ച പണം വിനിയോഗിച്ചു എന്നുമാണ് ED കണ്ടെത്തിയത്. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ച 5 കോടി രൂപ ED കഴിഞ്ഞ വർഷം കണ്ടുകെട്ടിയിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്കിടയാക്കിയ കേസാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. വ്യാജരേഖകൾ ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് പലരുടെ പേരിൽ വ്യാജ വായ്പാ രേഖകൾ ഉണ്ടാക്കി കോടികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നായിരുന്നു ആരോപണം. ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും പിന്നീട് വിജിലൻസും കേസിൽ അന്വേഷണം നടത്തി. ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മാത്രമായാണ് ആദ്യ അന്വേഷണത്തിൽ വ്യക്തമായത്.